സദ്യക്കൂട്ടിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് 2 ടൈപ്പ് അച്ചാറാണ്. ആദ്യത്തേത് മാങ്ങ അച്ചാർ. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. ഒരു മാങ്ങ വളരെ ചെറുതായി അരിഞ്ഞതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ പണി എളുപ്പമാണ്. കടുക് താളിക്കാനുള്ളൂ. നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, 2ആയി കീറിയ വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് മാങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കായത്തിൻ്റെ പൊടിയും ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡിയാണ്. ഇത് 2 ദിവസം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്പം വിനീഗറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് 2-3 ദിവസത്തേക്ക് സൂക്ഷിക്കാം. അടുത്തത് കറിനാരങ്ങ അച്ചാറാണ്. കറിനാരങ്ങ എന്നോ വടുകപ്പുളി നാരങ്ങ എന്നോ പറയുന്നത്. ഇതും ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. കറിനാരങ്ങ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. താളിക്കാനുള്ള ഐറ്റംസ് സെയിം മാങ്ങാച്ചാറ് പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ കുറച്ചും കൂടെ നമ്മൾ മുളക് ചേർക്കണം. മാങ്ങയ്ക്ക് ഞാൻ 1 പച്ചമുളകാണ് ചേർത്തതെങ്കിൽ ഇതിന് ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കായത്തിൻ്റെ പൊടിയും ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്കിതിലേക്ക് വിനീഗറും തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമുക്ക് 2-3 ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള 2 അച്ചാറും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.